ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. അന്നേരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു നാടൻ ചെമ്മീൻ കറിയാണ്. ഓക്കെ, അത് സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്നത് പോലെ അങ്ങ് വെച്ചാൽ മതി, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അന്നേരം ഇവിടെ ചട്ടി ഒന്ന് ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ന് വെക്കാൻ പോകുന്ന ചെമ്മീൻ നമ്മുടെ നാട്ടിലേക്ക് അറിയപ്പെടുന്ന നാടൻ ചെമ്മീൻ എന്നറിയപ്പെടുന്ന ചെമ്മീനാണ്. ഇതിന് വളരെ നല്ല രുചിയാണ്. അതായത് നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ അങ്ങ് വെച്ചാൽ മതി, നല്ല രുചിയുള്ള, അതായത് കുടംപുളിയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അന്നേരം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെമ്മീനൊക്കെ കറി വെക്കുന്നത് കൊണ്ട് ചിലർക്ക് വയറിന് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. കുറച്ചധികം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ലതുപോലെ ചേർക്കുക. അന്നേരം നമ്മുടെ വയറിനൊരു മാക്സിമം ഗ്യാസും അതുപോലെയുള്ള പ്രോബ്ലംസൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഒരുപാട് പേർക്ക് ഈ സീ ഫുഡിൽ പ്രോൺസ് അല്ലെങ്കിൽ ഈ ചെമ്മീൻ അലർജിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ ധാരാളം വെളുത്തുള്ളിയും പിന്നെ കുടംപുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് വയറിന് ഒരു കുഴപ്പവും വരത്തില്ല. അന്നേരം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ലതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം നമ്മളിത് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ കൊറോണയൊക്കെയുള്ള സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ കഴിയുക, പുറത്തെങ്ങും പോകാതെ. അത്യാവശ്യം എന്തെങ്കിലും സാധനം വാങ്ങേണ്ടവർ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ കഴിയുക, വെളിയിലൊന്നും ചുറ്റി നടക്കാതിരിക്കുക. സ്റ്റേ ഹോം. അതുപോലെ തന്നെ ബ്രേക്ക് ദ ചെയിൻ. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മാക്സിമം ഈ ഇൻഫെക്ഷൻ, കൊറോണ പോലെയുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് പേര് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സൊക്കെ ഒരുപാട് അവർ നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അന്നേരം മാക്സിമം നമ്മൾ സ്റ്റേ ഹോം, അതുപോലെ തന്നെ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഈ കൊറോണ എന്ന് പറയുന്ന വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അടുത്തത് നമുക്കറിയത്തില്ല ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഡിസീസിൻ്റെ സ്പ്രെഡ് പോകാൻ പോകുന്നതെന്ന്. അന്നേരം മാക്സിമം എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും വീട്ടിൽ തന്നെ കഴിയുക. ഓക്കെ, അന്നേരം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നല്ല ഫ്രഷ് പറിച്ചു കൊണ്ടുവന്ന കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇത് ഞാൻ വഴറ്റുകയാണ്. കറിവേപ്പില ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണമാണ്. ഓക്കെ, അന്നേരം കറിവേപ്പില അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. പിന്നെ നമ്മൾ ഈ കൊറോണ കാലത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ, ആഹാരങ്ങൾ ഒക്കെ കഴിക്കുക. അങ്ങനെ നമ്മൾ കുറേ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, മുളക് പൊടി നല്ല കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളറ് കിട്ടും. ഓക്കെ, അന്നേരം ഞാനിവിടെ എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ കളറ് കുറച്ച് വേണ്ടിയത് കൊണ്ടും ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് മൂപ്പിക്കുകയാണ്. ഈ സ്റ്റേജിൽ ഞാൻ തീ അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയിട്ട് അത് കുറച്ച് വെച്ചേക്കുകയാണ്. അന്നേരം തീ ഞാൻ കുറച്ച് വെച്ചു. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണം, എണ്ണയിൽ ഇട്ടേക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ലേശം നമുക്ക് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഉലുവാപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അന്നേരം ഉലുവാപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് രണ്ടും ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ നമ്മുടെ നാരൻ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ വെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻറ്റസ്റ്റൈനൊന്നും ഇല്ലാതെ നല്ലപോലെ ക്ലീനാക്കി വാഷ് ചെയ്ത് വേണം നമ്മുടെ ചെമ്മീൻ എപ്പോഴും നമ്മൾ കറി വെക്കാൻ എടുക്കാൻ. ഓക്കെ, അന്നേരം ഞാൻ ചെമ്മീൻ നല്ല വൃത്തിയാക്കി എടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് മസാലയുടെ കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, അന്നേരം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുടംപുളി കുതിർത്ത്, ഞാനിവിടെ 2 കഷ്ണം കുടംപുളിയാണ് കുതിർത്ത് വെച്ചിരുന്നത്. അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളറ് തന്നെ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അന്നേരം നമ്മുടെ നാരൻ ചെമ്മീൻ കറിക്ക് ഇനി നമ്മളിത് വഴറ്റിയതിന് ശേഷം ഇതിൽ നിന്ന് തന്നെ കുറച്ച് ലേശം കണ്ടോ വെള്ളം ഊറി വീഴുന്നത്. ഇങ്ങനെ കുറച്ചൊന്ന് വെള്ളം ഊറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, സാധാരണയായിട്ട് ഞാൻ എല്ലാ റെസിപ്പിയിലും പറയാം, നമ്മൾ ഇത്രയും വഴറ്റി വന്നതിന് ശേഷം നമ്മൾ മീൻകറിയിലാണെങ്കിലും മാക്സിമം പച്ചവെള്ളം ഒഴിക്കാതെ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ പേടിക്കേണ്ട, അത് ഉടഞ്ഞു പോവുകയൊന്നുമില്ല. ചെമ്മീൻ എപ്പോഴും നല്ല സ്റ്റിഫായി തന്നെ കിടക്കും. നമുക്ക് ഈ മസാലയും ഈ വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഈ ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നമ്മുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തു ഒരു 8 മിനിറ്റ്സോളം. അതിനുശേഷം ഞാനിപ്പം ഓപ്പൺ ചെയ്തതാണ്. കണ്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് അത് നല്ല റൗണ്ടായിട്ട് ചുരുണ്ട് വരും വെന്ത് കഴിയുമ്പം. ഒരുപാട് നേരം നമ്മൾ ചെമ്മീനിട്ട് കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീനെന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് അങ്ങ് റബ്ബറി ആയിപ്പോവും, നമുക്ക് ചവച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 5 to 8 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു കുറച്ച് തേങ്ങ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങ അരച്ചത്, ഒരു തേങ്ങ ജസ്റ്റ് ചുമ്മാതെ നല്ല മഷി പോലെ അരച്ചിങ്ങെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. ഓക്കെ, അന്നേരം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇനിയും ചെയ്ത തേങ്ങ ചേർത്തതിന് ശേഷം ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കേണ്ട ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ ഇത്. എല്ലാവരും ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും, വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊറോണ കാലത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാക്സിമം പുറത്തൊക്കെ പോകാൻ നേരം മാക്സിമം മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോവുക. മാസ്കും അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ, നമ്മൾ ഇൻ കേസ് എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ണിനും മൂക്കിലും വായിലും ഒന്നും തൊടാതെ തന്നെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ കൈ കഴുകുക, അത് നല്ലതുപോലെ തന്നെ കൈ കഴുകണം. ഹാൻഡ് വാഷിങ് ഇസ് മസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ കുളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇൻ കേസ് നമുക്ക് കൂടുതൽ പേർക്കും ഉള്ള ഒരു ചിന്തയാണ്, എനിക്ക് അസുഖം വരത്തില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യം. അതൊരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.